ടു ലെജൻസ് നമ്മുടെ ദുപ്പട്ട വീഡിയോ ആട്ടോ. അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് ഇങ്ങനൊരു വൈറ്റ് റെഡ് കോമ്പിനേഷനുള്ളത് തപ്പിയെടുത്തതാണ്. വൈറ്റ് റെഡ് കോമ്പിനേഷൻ വൈറ്റ് തന്നെ റെഡ് തന്നെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ആ റെഡ് ആയതുകൊണ്ട് ആ കൂടെയും കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്കിത് സെപ്പറേറ്റ് വേണേൽ അല്ലാതെ വൈറ്റിൻ്റെ കൂടെ തന്നെയാണല്ലോ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനാക്കി ഇടുക. ഇപ്പോൾ ദുപ്പട്ട മാത്രമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത്. ഇതുപോലെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള ഡിസൈനാണ്. നല്ല ഭംഗിയുള്ള പ്രിൻ്റ് അല്ലേ. പിന്നെ ഇത് നല്ല കോട്ടയുടെ തന്നെ നല്ല സോഫ്റ്റ് ഫാബ്രിക് ആട്ടോ, നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത്. ദുപ്പട്ട മാത്രമാണ് കേട്ടോ. പിന്നെ നമ്പർ W713. ഇതിൻ്റെ റേറ്റ് വരുന്നത് 330 ആണ്. 330. ഇത് വൈറ്റ് തന്നെയായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഭയങ്കര വൈറ്റ് അല്ല, നമ്മുടെ ഒരു മിൽക്കി വൈറ്റ് എന്നൊക്കെ പറയില്ല, ആ ഒരു ടൈപ്പ് കളറാണ് ഈ വൈറ്റ്. പിന്നെ നിങ്ങൾ ഞാൻ ഈ സമയത്ത് കാണിച്ചെന്ന് വെച്ചിട്ട് അങ്ങനെ നോക്കണ്ട, ഏത് സമയത്ത് വേണം ഉപയോഗിക്കാം. ഫുൾ വൈറ്റ് ആയിട്ട് അങ്ങനെ വേണ്ടവർക്ക് ഇടാം. പിന്നെ ചെറിയ ക്രീം കൂടി അങ്ങനെയാണെങ്കിലും നമുക്കിത് നന്നായിട്ട് മാച്ച് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ വർക്ക് കണ്ടില്ലേ, നല്ല ഫിനിഷിങ്, നല്ല സോഫ്റ്റ് ഫാബ്രിക്കും ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ആരി വർക്കാണ്. പക്ഷേ നമ്മൾ നോർമലി റേറ്റ് കുറഞ്ഞത് വരുന്ന സൈസ് ആരി വർക്ക് അല്ല കേട്ടോ. ഭയങ്കര ഫിനിഷിങ് ആക്കാനായിട്ട് ഈ ഒരു ഫ്ലവറും ഉണ്ട്. പിന്നെ ഇടയ്ക്കൂടെ അല്ലാതെ വർക്കും പോയിട്ടുണ്ട്. ഇതിനൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് എടുത്തോ. കാരണം ഒരുപാട് പീസസ് കാണത്തില്ല, നമ്മൾ അത്യാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും പെട്ടെന്ന് തന്നെ തീരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ് പെട്ടെന്ന് തന്നെ എടുത്തോ. വൈറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ യൂസ് അല്ല. വൈറ്റൊക്കെ എപ്പോഴും എല്ലാവർക്കും യൂസുള്ള ഐറ്റം അല്ലേ. അപ്പോൾ അത് അങ്ങനെ നോക്കിയിട്ട് ഇഷ്ടമുള്ളത് എടുത്തോ. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ വർക്ക് പോലത്തെ ഡിസൈൻ്റെ ടോപ്പ് പ്ലെയിൻ വൈറ്റൊക്കെ ഉണ്ട്, വൈറ്റല്ല ഇച്ചിരി ഓഫ് വൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇത് മാച്ച് ആക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡ് ബോർഡർ കണ്ടില്ലേ, ഫുള്ളായിട്ട് ക്രോഷ്യോ ലേസ് വർക്കും ഉണ്ട്. ഇതിൻ്റെ നമ്പർ W712. റേറ്റ് സെയിം ആട്ടോ, 330. ഇപ്പോൾ ഞാൻ കാണിച്ചതിൻ്റെ തന്നെ ഡിസൈൻ വ്യത്യാസം കേട്ടോ. നല്ല ഡിസൈൻസാണ്. ബോർഡറിൽ ഇതായി ഒരു ആരി വർക്കിൻ്റെ ഡിസൈൻ, ബാക്കി അകത്തോട്ട് ഫുള്ളായിട്ട് ഈ ത്രെഡിൻ്റെ തന്നെ വർക്കാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആട്ടോ. ഫാബ്രിക് നമ്മുടെ സാധാരണ നമ്മൾ വരുന്ന സൈസ് മെറ്റീരിയൽ അല്ല, കുറച്ച് സിൽക്ക് കൂടിയിട്ടുള്ള ബ്ലെൻഡഡ് ടൈപ്പ് ഫാബ്രിക്കാണ്. അങ്ങനെ പറന്ന് നിൽക്കത്തില്ല, നല്ല സോഫ്റ്റാണ്, നല്ല മെറ്റീരിയലാണ് കേട്ടോ. നിങ്ങൾക്കിത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് കൂടിയ രീതിയിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒക്കെ നമ്മൾ വൈറ്റ് ഷോൾ തന്നെ കൂടിയ രീതിയിൽ എടുക്കത്തില്ലേ, അതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വൈറ്റ് തപ്പി നടക്കുന്നവർക്കാണെങ്കിൽ എന്തായാലും ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഇത് പേടിക്കണ്ട, തീർന്നാലും ഞാൻ വേറെ ടൈപ്പ് കൊണ്ടുവരാം കേട്ടോ. ചിലപ്പോൾ സെയിം തന്നെ വന്ന് വരത്തില്ല, ചെറിയ വേരിയേഷൻ വേറെ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോർഡറിലെ ഡിസൈനും അകത്തും എല്ലാം ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ പറഞ്ഞു നല്ല ലെങ്ത്തും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പർ W687. റേറ്റ് സെയിം ആട്ടോ, 330. നമ്മുടെ അടുത്ത ഡിസൈൻ വരുന്നത് ഇതാണ്. ഇത് ശക്കലും കൂടെ റേറ്റ് ഉണ്ട്, കാരണം ഇതിൻ്റെ വർക്ക് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. അടുപ്പിച്ച് തന്നെ ഫുൾ വർക്ക്, ചെറിയ സീക്വൻസിൻ്റെ ഡിസൈനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ബോർഡർ കണ്ടോ, ഇതുപോലെ ക്രോഷ്യോയുടെ ലേസ് വർക്ക് കംപ്ലീറ്റ് 4 സൈഡിലും പോയിട്ടുണ്ട്. അപ്പോൾ അതായത് കുറച്ച് റേറ്റ് കൂടി നോക്കുന്നവർക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ്. അങ്ങനെ 2-3 റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കിയെടുക്കുക. ഓരോന്നിൻ്റെയും വിലയ്ക്കനുസരിച്ച് ആ ഒരു വർക്ക് കൂടുതൽ വരും, അത്രയേ ഉള്ളൂ. വേരിയേഷൻ അങ്ങനെ മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു വലിയ വേരിയേഷൻ ഇല്ല, നല്ല സോഫ്റ്റ് ഫാബ്രിക് തന്നെ ഇതും ചെയ്തേക്കുന്നത്. പിന്നെ ഇത്രയും നല്ലതായിട്ട് വർക്ക് കൊടുത്തേക്കുന്നത് നല്ലതായിട്ട് ഇത് ഒതുങ്ങി കിടക്കും കേട്ടോ. നല്ലതായിട്ട് ഇടുമ്പോൾ കാണാൻ നല്ല രസമാണിത്. എനിക്ക് തോന്നുന്നു ഫോട്ടോയിൽ ഇതിൻ്റെ ഭംഗി അത്ര കിട്ടണില്ല, നേരിട്ട് നല്ല ഭംഗിയുള്ള ഐറ്റം കേട്ടോ. പിന്നെ നമ്പർ W695. ഇതിന് റേറ്റ് 490 മാത്രമേ ഉള്ളൂ, 496. അടുത്ത ഡിസൈൻ വരുന്ന ഒരു സിക്സാക് പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ബോർഡറിന് മുമ്പേ കാണിച്ച പോലെ തന്നെ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ഇത് ഞാൻ ഈ റെഡ് ഇട്ടേക്കുന്നതുകൊണ്ട് അതിൻ്റെ ഭംഗി ശരിക്കും കിട്ടണില്ല. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ചിക്കൻ വർക്കിൻ്റെ കൂടെയൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. വൈറ്റിൻ്റെ തന്നെ കോമ്പിനേഷനിലാണ് കുറച്ചുകൂടെ ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് വേണമെങ്കിൽ അതും ഇടാം കേട്ടോ. ബ്ലൂ പോലത്തെ ഷെയ്ഡ്, ബ്ലൂ ഗ്രീന്, അങ്ങനെ കോൺട്രാസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ റെഡ് ഇട്ടിരുന്നോണ്ട് ചുമ്മാ അങ്ങ് ഇതിൻ്റെ കൂടെ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്പർ W688. റേറ്റ് 490. അടുത്ത ഡിസൈൻ ഇതാ കേട്ടോ. ഇതിലും ഫുള്ള് നല്ല ഹെവി ആയിട്ട് തിക്കായിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് അകത്തോട്ട് മൊത്തം ഈ ഡിസൈനും ബോർഡറിന് നല്ലതായിട്ട് വീതിക്ക് ഇത്രയും വർക്കുമാണ് കൊടുത്തേക്കുന്നത്. ഇത് അകത്തേയും കൂടെ നിങ്ങളൊന്ന് നോക്കൂ, ഇതുപോലെ കിടക്കും. എല്ലാത്തിനും നിങ്ങളുടെ ഇഷ്ടത്തിന് കോമ്പിനേഷൻ ചെയ്തെടുക്കാം. ദുപ്പട്ട മാത്രമാണ് നമ്മൾ ഈ പ്രൈസ് പറയുന്നത്. എല്ലാത്തിനും ക്രോഷ്യോ ലേസ് വർക്ക് ബോർഡറിൽ കൂടെ പോയിട്ടുണ്ട്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ നോക്കിയെടുത്താൽ മതി. ഫോട്ടോ ഞാൻ സൈറ്റിൽ കൂടെ കൊടുത്തേക്കാവേ. പിന്നെ നമ്പർ W689. റേറ്റ് സെയിം ആണ്, 490. ഇത് കുറച്ചുകൂടെ സിൽക്ക് പോലത്തെ ഫാബ്രിക് ആട്ടോ. നല്ല ഡിസൈനാണ്. ഇത് അകത്ത് കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയ്ഡറി പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഓരോന്നിനും വർക്ക് ഡിഫറെൻ്റ് ആട്ടോ. മുമ്പേ കാണിച്ചൊക്കെ കുറച്ച് ആരി വർക്കിൻ്റെ ടൈപ്പ് പാറ്റേൺ ആയിരുന്നു, പക്ഷേ ഇത് എംബ്രോയ്ഡറി തന്നെയാണ്. ചെറിയ സീക്വൻസ് വർക്കും ഉണ്ട്. മൊത്തത്തിൽ അടുപ്പിച്ച് തന്നെ ഈ ഒരു വർക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ ബോർഡറിന് ക്രോഷ്യോ ലേസ് വർക്ക് അല്ല, പൈപ്പിംഗ് ബോർഡർ ആട്ടോ പോയേക്കുന്നത്. ബോർഡർ ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ വരും. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നിനും വർക്കിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇതും സെയിം റേറ്റ് ആണ്. എല്ലാം അത്യാവശ്യം നല്ല ഹെവി വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമ്പർ W690. റേറ്റ് 490. ഇവിടെ അടുത്ത ഡിസൈൻ വരുന്നത് സെയിം റേറ്റിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ആരി വർക്കിന് തന്നെ തിക്കായിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. മൊത്തത്തിൽ അകത്തോട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഏകദേശം ഡിസൈൻ വരുന്നത്.
അപ്പോൾ ഇതിൻ്റെ അടുപ്പിച്ചുള്ള ഫോട്ടോ കൊടുത്തേക്കാം, കാരണം ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടില്ല. എല്ലാത്തിൻ്റെ വർക്ക് കാണുന്ന പോലെ ഞാൻ സൈറ്റിലൂടെ ഫോട്ടോ കൊടുത്തേക്കാം, അപ്പോൾ അതിൽ നോക്കി എടുത്താലും മതി. നമ്പർ W696, റേറ്റ് 490. അടുത്തത് ജോർജറ്റ് പോലത്തെ, അതായത് ഷിഫോൺ ജോർജറ്റ് ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നവർക്ക്, അങ്ങനെ വേണ്ടവർക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഫുൾ അടുപ്പിച്ച് തന്നെ വർക്കുണ്ട്, നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്, പ്യുവർ ഷിഫോണിൻ്റെ ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ ഇതിന് ബോർഡർ ഇങ്ങനെ അടിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് വിടേണ്ടി വരുവേ. അല്ലാതെ കാണാൻ നല്ല രസമുള്ളതായിട്ട് ഇച്ചിരി റേറ്റ് ഉണ്ട്, കാരണം ഇത് അടുപ്പിച്ച് തന്നെ നല്ല വർക്കുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവുമോ? തൊട്ട് കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവും, കാരണം തിക്കായിട്ടുള്ള വർക്ക് മൊത്തത്തിൽ പോയിട്ടുണ്ട്. ബോർഡറിൻ്റെ ഡിസൈൻ ഇതാട്ടോ, ഫോട്ടോ കാണുന്ന പോലെ ഞാൻ നന്നായിട്ട് ആ ഒരു വർക്ക് കാണുന്ന പോലെ ഇട്ടേക്കാം. ഇത് 600 സംതിങ് റേഞ്ചുള്ള കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഷിഫോൺ തന്നെയായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. നമ്പർ W699, ഇതിൻ്റെ പ്രൈസ് വരുന്ന 690 690. ഇത് ബാന്തിനി ഡിസൈൻ കോട്ടൺ, പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ നല്ല ഹെവി ആയിട്ട് ക്രോഷ്യോ ലേസ് വർക്ക് കൊടുത്തിരിക്കുന്ന മോഡലാണ്. ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട്, അപ്പോൾ ആ റേഞ്ചിൽ നോക്കുന്നവർക്ക് എടുക്കാം. ഇത് ഒറിജിനൽ വർക്കാട്ടോ, ഇത് കണ്ടില്ലേ ആ ഒരു ത്രെഡിൻ്റെ ഡിസൈനൊക്കെ ബാക്കി മൊത്തം കളഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളതിന് ഇത് അയച്ചെടുക്കണേ. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഈ ക്രോഷ്യോയുടെ റേറ്റ് ആട്ടോ വരുന്നത്. അപ്പോൾ അത് ഒരെണ്ണമല്ല, അതായത് ഇതുപോലെ താഴെയുണ്ട്, ഈ സൈഡിലും അത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒറിജിനൽ ആ ഒരു പ്യുവർ ക്രോഷ്യോ വർക്ക്, പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ബാന്തിനിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമ്പർ വരുന്നത് W708, റേറ്റ് 890. വലിയ റേറ്റ് എന്ന് പറയാനില്ല, ക്രഷ്ഡ് വർക്ക് വെച്ച് നോക്കുമ്പോൾ അത് വലിയ റേറ്റ് എന്ന് പറയാനില്ല, 890 890. ഇതൊരു ക്രഷ്ഡ് ടൈപ്പ് ഫാബ്രിക്കാണ്, നമ്മുടെ ബാട്ടിക് പ്രിൻ്റ് ആട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആ ഒരു ക്രഷ്ഡ് ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് ഇടാനും നല്ല സുഖമാണ്. എനിക്കൊന്ന് കുറേ പേരുടെ കയ്യിലൊക്കെ ഈ ഒരു ടൈപ്പ് കാണും, കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ നോർമലി ഷോളൊക്കെ അങ്ങനെ അല്ലാതെ സെപ്പറേറ്റ് മേടിക്കുന്നവർക്ക് മേടിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അത് നമ്മൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഡിസൈന് നല്ല കേട്ടോ, ഇതും വൈറ്റിൻ്റെ കൂടെ നല്ലതായിരിക്കും. വൈറ്റാണ് ഇതിൻ്റെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. വേറെ കളേഴ്സിൻ്റെ കൂടെ നല്ല കേട്ടോ, കുറച്ചൊരു ഐഡിയപരമായിട്ട് നമുക്ക് വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് രീതിയിലാണെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം. ഇത് ഇങ്ങനെ ഇടാം കേട്ടോ, നല്ല ലെങ്ത് ഉണ്ട്, ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ W710, ഇതിൻ്റെ പ്രൈസ് 330 ആണ്, 330. നമ്മുടെ അടുത്ത ഡിസൈൻ ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ ചുരുണ്ട് വരത്തില്ലേ, ആ ഒരു ടൈപ്പ് തന്നെ. മറ്റേത് അങ്ങനെ ആ ഡിസൈൻ മെറ്റീരിയൽ തന്നെ വന്നേക്കുന്നതാണ്. ഇത് നമ്മളല്ലാതെ ഇങ്ങനെ ചുരുട്ടി വെച്ച് അങ്ങനെ എടുക്കുന്ന ഡിസൈനില്ലേ, ആ ടൈപ്പ് ഡിസൈൻ കേട്ടോ. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഊർന്നു പോകുന്നില്ല, കഷ്ടപ്പെട്ട് തേച്ചൊക്കെ എടുത്താൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഓക്കെ ആവും. നമ്മൾ ഇങ്ങനെ തന്നെ ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. മറ്റേനേക്കാളും റേറ്റ് കുറച്ചുകൂടെ കുറവാണ് ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ബാന്തിനി ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. കളർ കോമ്പിനേഷൻ കണ്ടില്ലേ, കുറച്ച് യെല്ലോ കോമ്പിനേഷനും യെല്ലോയും വൈറ്റും കോമ്പിനേഷൻ അകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ നല്ല രസമായിട്ട് തന്നെ നല്ല ലെങ്ത്തൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കൊന്നും ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മളൊക്കെ കോമൺ ആയിട്ട് നേരത്തെ തൊട്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൈസ് മെറ്റീരിയലാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ഫാബ്രിക്കാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ നമ്പർ W709, റേറ്റ് ഇതിന് 260 മാത്രമേ ഉള്ളൂ, 260. വൈറ്റ് കോമ്പിനേഷനിൽ വൈറ്റ് തന്നെയായിട്ട് ഒരു ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, ഇത് കണ്ടില്ലായിരുന്നു. ഇത് വലിയ റേറ്റിൻ്റെ അല്ല കേട്ടോ. അപ്പോൾ ഇത് ഷിഫോൺ ഫാബ്രിക് തന്നെ, അതിൻ്റെ അകത്ത് ഇത് കണ്ടില്ലേ ഫോയിൽ പ്രിൻറ്റ് പോലത്തെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ കുറച്ചൊരു തിക്കായിട്ടുള്ള സൈസ് വർക്കില്ല, ഒരുപാടല്ല, ഇങ്ങനെ ചെറിയ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന സൈസ് ഡിസൈനില്ലേ, അതാണ് കൊടുത്തേക്കുന്നത്. വലിയ കൂടിയതല്ല കേട്ടോ. പിന്നെ ഇത് ഒത്തിരി കുറേ വാഷ് കഴിയുമ്പോഴത്തേനും ഈ ഒരു ഗോൾഡൻ കളർ കുറച്ച് മങ്ങും. അപ്പോൾ അത് റേറ്റ് 195 ഉള്ളൂ. അപ്പം അങ്ങനെ നോക്കിയാൽ ഓക്കെയാണ്. ഒരുപാട് അങ്ങനെ നമ്മൾ ഭയങ്കര എപ്പോഴും എടുത്ത് വാഷ് ചെയ്തിരിക്കുകയാണെങ്കിൽ കുറേ നാളത്തേന് കിട്ടും. ഇതൊരു എന്താ പറയുക, ഒരു 7-8 വാഷ് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുള്ളൂ. എപ്പോഴും എടുത്ത് വാഷ് ചെയ്തിരുന്നാൽ മതി, അങ്ങനെ വലിയ പ്രശ്നമില്ല. നല്ല ലെങ്ത് ഉണ്ട്, നല്ല സോഫ്റ്റാണ് ഫാബ്രിക്ക്. കണ്ടല്ലോ, വൈറ്റ് ആട്ടോ. ഇതെല്ലാം ഭയങ്കര ഇങ്ങനെ നമ്മുടെ ഉജാല മുക്കിയ വൈറ്റ് അല്ല കേട്ടോ, എല്ലാം ഒരു കുറച്ച് ഓഫ് കളർ അല്ലെങ്കിൽ മിൽക്കി വൈറ്റ് എന്ന് പറയാവുന്ന ഷെയ്ഡ്സാണ്. എല്ലാത്തിനും കൂടെ മാച്ച് ആവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഇത് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെഡിൻ്റെ കൂടെ കോൺട്രാസ്റ്റിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന കളർ കേട്ടോ. നമ്പർ W703, ഇതിന് 195. ഇതിന് എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ല, എല്ലാം ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു പറഞ്ഞ പ്രൈസ് മാത്രമേ വരുള്ളൂ. റേറ്റ് 195 ആണ്. അടുത്തത്